ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, നമ്മൾ ഇതുവരേക്കും മതാധിപത്യം എന്താണ് എന്ന് അനുഭവിച്ചറിഞ്ഞിട്ടില്ല. കാരണം അത് ജനാധിപത്യത്തിന്റെ സൗന്ദര്യം കൊണ്ടാണ്, അതിന്റെ മാധുര്യം നമ്മൾ വേണ്ട രൂപത്തിൽ അനുഭവിക്കുന്നത് കൊണ്ടാണ്. ഇന്ന് അഫ്ഗാനിസ്ഥാനിലെയോ സിറിയയിലെയോ പാകിസ്ഥാനിലെയോ ഒക്കെ ആളുകളെ വിളിച്ചു ചോദിച്ചാൽ അവര് പറഞ്ഞു മനസ്സിലാക്കി തരും എന്താണ് ജനാധിപത്യത്തിന്റെ സൗന്ദര്യമെന്ന്. അവരെ കാലാകാലങ്ങളായി ജന്മനാ തന്നെ ജനിച്ചതു മുതൽ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് മതാധിപത്യത്തിന്റെ അടിമത്വം എന്താണ്, അതിന്റെ ഭീകരതയും തീവ്രതയും എന്താണ് എന്ന് അവര് പറയാതെ തന്നെ, നമ്മൾ ചോദിക്കാതെ തന്നെ അവരുടെ ജീവിത രീതിയിൽ നിന്നും, അവരുടെ വേഷവിധാനങ്ങളിൽ നിന്നും, അവരുടെ സാംസ്കാരിക നിലവാരത്തിൽ നിന്നും, അവരുടെ പുരോഗതിയിൽ നിന്നും, പുരോഗമനത്തിൽ നിന്നും, നവോത്ഥാനത്തിൽ നിന്നുമൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഓരോരുത്തർക്കും ഇഷ്ടമുള്ള മതം സ്വീകരിക്കാനും നിരാകരിക്കാനും അത് പ്രചരിപ്പിക്കാനും ഒക്കെ ഉള്ള സ്വാതന്ത്ര്യം ഇവിടെയുണ്ട്. നമ്മൾ ആരോ ഒന്നോ രണ്ടോ പേരോ അതല്ലെങ്കിൽ 1,00,000 പേരോ ഒന്നും ഇല്ലായ്മ ചെയ്താലൊന്നും ആ സ്വാതന്ത്ര്യത്തിന്റെ കടക്കൽ കത്തിവെക്കാൻ ഒരാളാലും സാധ്യമല്ല. എന്നാലും ചിലര് വന്നിട്ട് ഇസ്ലാം മതം സ്വീകരിച്ചതിന് ശേഷം ഇസ്ലാം മതം മാത്രമാണ് ചക്കര മതമെന്ന് പറഞ്ഞ് കുറേയധികം തെളിവുകൾ നിരത്തുമ്പോൾ നമുക്ക് മിണ്ടാതിരിക്കാൻ സാധിക്കില്ല. കാരണം ഇവർ ഈ പറയുന്ന തെളിവുകൾ നൂലാമാലകളടക്കം ഇഴകീറി പരിശോധിച്ചിട്ട് അതിൽ മാനവികതയുടെ ഒരംശം പോലും ഇല്ലാത്തതുകൊണ്ടും ജനാധിപത്യത്തിന് നിരക്കാത്തതുകൊണ്ടും സർവോപരി മനുഷ്യാവകാശ ലംഘനങ്ങളും സ്ത്രീ വിരുദ്ധതകളും ഭരണഘടനാ ലംഘനങ്ങളും എമ്പാടുമുള്ളതുകൊണ്ടും അത് മനസ്സിലാക്കി ആ മതം ഉപേക്ഷിക്കുകയും പിന്നീട് അതിന്റെ മാനവിക വിരുദ്ധതകളെ ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുകയും ചെയ്യുന്ന മേഖലയിലാണ് ഇന്ന് ഞാനുള്ളത്. അപ്പോൾ പല ആളുകളും ഇസ്ലാം മതം സ്വീകരിച്ചിട്ട് വന്നു പറയുന്നു, ഞങ്ങൾ ഈ മതം സ്വീകരിക്കാൻ ഇന്ന കാരണങ്ങളാണുള്ളത്. അപ്പോൾ നമുക്കത് ഒബ്ജക്റ്റ് ചെയ്യേണ്ടി വരും. ആ രൂപത്തിൽ സാറാ മറിയം എന്ന് പറയുന്ന ഒരു ലേഡി ഇസ്ലാം മതം സ്വീകരിച്ച ആളാണ്. മുമ്പ് ഏത് മതത്തിലായിരുന്നു എന്ന് എനിക്കറിയില്ല. എന്നിട്ട് അവര് വന്ന് ഈ മതത്തെ ചക്കര മതമെന്ന് പറയുമ്പോൾ തെളിവുകൾ ദുർബലമായി പോകുന്നു. അതുകൊണ്ട് എനിക്ക് അതിനോട് സംസാരിക്കാതിരിക്കാനും പ്രതികരിക്കാതിരിക്കാനും കഴിഞ്ഞില്ല. നമുക്ക് കാണാം. അസ്സലാമു അലൈക്കും. എൻ്റെ പേര് സാറാ മറിയം. ഇന്ന് ഞാനിവിടെ അവതരിപ്പിക്കാൻ പോകുന്ന വിഷയം ഇസ്ലാമിലെ സ്ത്രീ സ്വാതന്ത്ര്യത്തെ പറ്റിയാണ്. അതായത് ഇസ്ലാം മതം സ്ത്രീക്ക് നൽകുന്ന സ്ഥാനം, സ്ത്രീക്ക് നൽകുന്ന അവകാശങ്ങൾ എന്തൊക്കെയാണ് അല്ലെ, അതിനെപ്പറ്റിയാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. സ്വതവേ നമ്മുടെ സമൂഹത്തിൽ എല്ലാവരും പറഞ്ഞു കേൾക്കുന്ന ഒരു കാര്യമാണ് മുസ്ലിം സ്ത്രീക്ക് സ്വാതന്ത്ര്യമില്ല. എന്നാൽ പുരുഷനെ സംബന്ധിച്ചിടത്തോളം അത്രയും പറയില്ല. സ്ത്രീകളെയാണ് പ്രധാനമായിട്ട് പറഞ്ഞിരുന്നത് മുസ്ലിം സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമില്ല എന്നുള്ളത്. പൊതുവെ എല്ലാവരും പറഞ്ഞു കേൾക്കുന്ന ഒരു കാര്യമാണ് മുസ്ലിം സ്ത്രീക്ക് സ്വാതന്ത്ര്യമില്ല. എന്നാൽ പുരുഷന്റെ കയ്യിൽ അങ്ങനെയല്ല. പുരുഷന്റെ കാര്യം അങ്ങനെയല്ല. അവരുടെ വേഷം നോക്കിയേ, കയ്യില് ഗ്ലൗസ് വരെ ഇട്ടിട്ടുണ്ട്. സ്വാതന്ത്ര്യത്തെ കുറിച്ച് സംസാരിക്കുകയാണ്. അഭിസാരികയുടെ ചാരിത്ര പ്രസംഗം പോലെ. അതൊരു ചൊല്ലാണ്. പ്രത്യേകിച്ച് ഒരു മുസ്ലിമായിട്ടുള്ള ഒരു സ്ത്രീ ഇസ്ലാം സ്വീകരിക്കുമ്പോൾ എന്താണ് പറയുന്നത്? സ്വാതന്ത്ര്യത്തിൽ നിന്ന് ജയിലിലോട്ട് പോയി അല്ലേ? അപ്പം നേരെ തിരിച്ച് മുസ്ലിമായ ഒരു സ്ത്രീ ഇസ്ലാം സ്വീകരിക്കുമ്പോൾ സ്വാതന്ത്ര്യത്തിൽ നിന്നും ജയിലിലേക്ക് പോയി എന്നാരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അബ്സല്യൂട്ട്ലി ഓൾമോസ്റ്റ് അത് കറക്റ്റ് ആണ്, സംശയമില്ലാത്ത കാര്യമാണ്. ഹൈന്ദവ മതങ്ങളിൽ നിന്നും ക്രൈസ്തവ മതങ്ങളിൽ നിന്നും സ്ത്രീക്ക് എമ്പാടും സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ അസ്വാതന്ത്ര്യത്തിന്റെ അടിമത്വത്തിന്റെ ചട്ടക്കൂട്ടിലേക്കാണ് ഒരു പെണ്ണ് പോകുന്നതെങ്കിൽ അതിനെ തലയ്ക്കകത്ത് ആളുതാമസമുള്ളവർ ജയില് എന്ന് പറയും. തലയ്ക്കകത്ത് ആളുതാമസമില്ലാതെ കുത്തിക്കഴപ്പ് കൊണ്ട് ആരെങ്കിലും പറഞ്ഞത് കേട്ട് ആ മതം സ്വീകരിച്ചവർ അത് ചക്കരയാണെന്ന് പറയും. പിന്നീട് അതിനകത്ത് കിടന്ന് കയ്യും കാലും ഇട്ടടിക്കുന്നത് ആരുമായിട്ട് കാണത്തൂല. മുസ്ലിം സ്ത്രീ ഇസ്ലാം അത് ഉപേക്ഷിച്ചു കഴിഞ്ഞാലും അവർക്ക് വൻ സ്വീകാര്യതയാണ് ലഭിക്കുന്നത്. അല്ല, മുസ്ലിം സ്ത്രീ ഇസ്ലാം മതം നിരാകരിച്ചു കഴിഞ്ഞാൽ, ഇസ്ലാം മതം വിട്ടുകഴിഞ്ഞാൽ നല്ല സ്വീകാര്യത ലഭിക്കുന്നത് എന്തുകൊണ്ടാ? ആ അടിമത്വ മോചനം, ആ അടിമ മോചനത്തിൽ നിന്നും, ആ അടിമത്വത്തിന്റെ കറുത്ത ചട്ടക്കൂട്ടിൽ നിന്നും ഒരു സ്ത്രീക്ക് അത്ര പെട്ടെന്നൊന്നും പുറത്ത് ചാടാൻ പറ്റില്ല. ഇനിയും ചാടിയാൽ അവളുടെ മാത്രം സെൽഫ് ഗഡ്സ് എന്നാണ് നമ്മൾ അതിന് പറയുക. അതുകൊണ്ട് അവർക്ക് സ്വീകാര്യത കിട്ടിയേ പറ്റൂ. പഠിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒരു സ്ത്രീക്ക് ഇസ്ലാം നൽകുന്ന അവകാശങ്ങൾ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെ പറഞ്ഞിട്ട് എല്ലാവരും പൊതുവെ പറയുന്ന ഒരു കാര്യമാണ്. ഇത് ഇസ്ലാമിനെ പറ്റി ഒന്നുകിൽ ഇസ്ലാമിനെ പറ്റി അറിയാത്തവർ, അല്ലാന്നുണ്ടെങ്കിൽ ഇസ്ലാം മതത്തിനെ മനഃപൂർവ്വം താറടിച്ച് കുറച്ച് കാണിക്കാൻ വേണ്ടി പറയുന്നവരാണ് ഇങ്ങനത്തെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. അപ്പോൾ ഖുറാനിൽ തന്നെ നോക്കാം. നമുക്ക് സൂറത്തുൽ ബഖറ അധ്യായം 2 228 ആയത്തിൽ പറയുന്നുണ്ട്, സ്ത്രീകൾക്ക് ബാധ്യതയുള്ളതുപോലെ തന്നെ ന്യായമായ അവകാശങ്ങളുമുണ്ട് എന്നാണ് ഖുറാൻ പറയുന്നത്. അപ്പോൾ എന്താണ് സ്ത്രീകൾക്കുള്ള അവകാശങ്ങൾ? അതിനെപ്പറ്റി നമുക്ക് പറയാം. ആദ്യം തന്നെ ജീവിക്കാനുള്ള അവകാശം. അതായത് ഇന്ന് ഇപ്പൊ നമ്മുടെ സമൂഹത്തിൽ തന്നെ ഭാരതീയ സംസ്കാരം എന്തായിരുന്നു? എങ്ങനെയുണ്ട്?
സ്ത്രീകൾക്ക് അവകാശങ്ങളുള്ളതുപോലെ തന്നെ ബാധ്യതകളുമുണ്ട് എന്ന് ഖുർആൻ പറഞ്ഞു. അതിൽ ഇസ്ലാം സ്ത്രീക്ക് നൽകുന്ന അവകാശമാണ് ജീവിക്കാനുള്ള അവകാശം. അങ്ങനെയാണ് സാറാ മറിയം വന്ന് തള്ളിമറിക്കുന്നത്. തള്ളൽ മറിയം എന്ന് പേരിടുന്നതായിരുന്നു കുറച്ചും കൂടി ഭംഗി. ഉളുപ്പില്ലേ പെണ്ണുമ്പിള്ളേ നിങ്ങൾക്ക്? ഇസ്ലാമാണോ സ്ത്രീകൾക്ക് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം നൽകിയത്? ഇസ്ലാമിന്റെ പൂർവകാല ചരിത്രങ്ങൾ നിങ്ങളൊന്ന് പഠിക്കണം. മുസ്ലിങ്ങൾ തന്നെ അവകാശപ്പെടുന്നത് ജീവനോടെ പെണ്ണിനെ കുഴിച്ചു മൂടിയിരുന്ന ഒരു സമുദായത്തിലേക്കാണ് പ്രവാചകൻ വന്നത് എന്നാണ് തള്ളാറുള്ളത്. പൊതുവെ ഇത്രയും പെണ്ണുങ്ങളെയൊക്കെ ജീവനോടെ കുഴിച്ചു മൂടിയെങ്കിൽ എങ്ങനെയാണ് പ്രവാചകൻ ഇത്രയധികം സെക്സ് അനുഭവിച്ചത് എന്നുള്ളത് വേറെ. മുസ്ലിങ്ങൾക്ക് പോലും എതിർപ്പില്ലാത്ത ഒരു കാര്യത്തെ കുറിച്ചിട്ടാണ് തള്ളൽ മറിയം വന്ന് തള്ളിമറിക്കുന്നത്. ശരി, ജീവിക്കാനുള്ള അവകാശം ഇസ്ലാമാണ് നൽകിയത് എന്ന് പറയുന്നുണ്ടല്ലോ. ഇസ്ലാമിനു മുമ്പ് ആരും ജീവിച്ചിട്ടില്ലേ? കണ്ണടച്ചിരുട്ടാക്കുകയാണല്ലോ. അതോ തലയ്ക്കകത്തൊന്നും ഇല്ല ആൾക്കാരോട് വിളിച്ചു പറയുവാണോ ഈ വേഷവും ധരിച്ചു വന്നിരുന്നിട്ട്? ഇസ്ലാമിനു മുമ്പ് ലോകത്ത് ആരും ജീവിച്ചിട്ടേ ഇല്ലേ? ഈ ഇസ്ലാം എന്ന് പറയുന്ന ഗോത്രമതം വന്നിട്ട് എത്ര കാലമായി? 1400 അല്ലേ പൊതുവെ പറയുന്നേ? 1400 ഒന്നും ഒരു കൊല്ലങ്ങളെ അല്ല. അതൊക്കെ നമ്മളിവിടെ തെളിയിച്ചിട്ടുണ്ട്. മുമ്പുള്ള ഒരുപാട് ചക്രവർത്തിമാർ ലോകം ഭരിച്ചിട്ടുണ്ട്. എത്ര കൊല്ലം? അവർക്കൊക്കെ ജീവിക്കാൻ ഇസ്ലാം മതമാണോ സ്വാതന്ത്ര്യം നൽകിയത്? ഓ, അപാര തല വെളി കാണിക്കല്ലേ. ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ ആ ചിതയിൽ ചാടി ഭാര്യയും മരിക്കണം. അങ്ങനെ ഒരു സംസ്കാരം നമ്മുടെ ഭാരതത്തിൽ ഉണ്ടായിരുന്നു. അല്ല, ഭർത്താവ് മരിച്ചാൽ ആ ചിതയിൽ ചാടി ഭാര്യ മരിക്കുന്ന സതി എന്ന സമ്പ്രദായം നിർത്തലാക്കിയിട്ടുണ്ട്. കണ്ടില്ലല്ലേ? അറിഞ്ഞില്ല അല്ലെ? അത് നിർത്തലാക്കിയിട്ട് ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല. ഹൈന്ദവ മതത്തിന്റെ സംസ്കാരം അനുസരിച്ചിട്ട് ഞങ്ങൾക്ക് അങ്ങനെ ഒരു ആചാരമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അന്നത്തെ ബ്രിട്ടീഷ് പ്രഭു പറഞ്ഞത് അത്തരക്കാരെ തുറങ്കിലടയ്ക്കാനുള്ള ഒരു ആചാരം ഞങ്ങൾക്കുമുണ്ടെന്നായിരുന്നു. മിണ്ടാൻ പറ്റിയില്ല. സതി നിർത്തലാക്കിയപ്പോൾ രജപുത്ര സ്ത്രീകൾ റോഡിലിറങ്ങി ധർണ നടത്തി. ഒന്നും നടന്നില്ല. ഇവിടെ ആചാര സംരക്ഷണമെന്നും പറഞ്ഞ് ഒരാളും ആരുടെ അട്ടഹാസവും നടന്നില്ല. ആ ആചാരം അങ്ങ് നിർത്തലാക്കി. അങ്ങനെ ഒട്ടേറെ ഹൈന്ദവ മതത്തിലെ ദുരാചാരങ്ങൾ നിർത്തലാക്കിയിട്ടുണ്ട്. എന്നാൽ ഇസ്ലാമിലെ ഗോത്രമതാചാരം മാത്രം നിർത്തലാക്കാൻ ഇങ്ങേയറ്റം 6 വയസ്സുള്ള കുഞ്ഞിനെ കെട്ടുന്നതടക്കം ഇപ്പോഴും ഇംപ്ലിമെന്റ് ചെയ്യാൻ നമ്മൾ തയ്യാറാണ് എന്നാണ് താത്ത ഉൾപ്പെടെയുള്ളവർ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആധുനിക കാലത്ത് തന്നെ നമുക്ക് നോക്കാം. ഇപ്പൊ ലിംഗനിർണ്ണയം നടത്തിയിട്ട് ഇപ്പൊ ഒരു പെൺകുഞ്ഞാണെന്ന് അറിഞ്ഞ് ആൺകുഞ്ഞാണോ പെൺകുഞ്ഞാണോ എന്ന് നോക്കാൻ വേണ്ടി ലിംഗനിർണ്ണയം നടത്തും. അതിനുശേഷം പെൺകുഞ്ഞാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അതിനെ കൊന്നുകളയും, അല്ല അബോർഷൻ ചെയ്തു കളയും. അല്ലാന്നുണ്ടെങ്കിൽ പെൺകുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ അതിനെ ഉപേക്ഷിച്ച് കളയും. അങ്ങനെ പല കാര്യങ്ങളും പലയിടത്തുമായിട്ടും നമ്മുടെ സമൂഹത്തിൽ ഇന്നും നടക്കുന്നുണ്ട്. ഇതിൽ മതാചാരമായിരുന്നു താത്ത ലിംഗനിർണ്ണയം നടത്തി കുഞ്ഞിനെ കൊല്ലുന്നത്? എനിക്കറിയില്ല, അതുകൊണ്ട് ചോദിച്ചത്. ഞാനത് അങ്ങ് മതാചാരമായിട്ട് കേട്ടിട്ടില്ല. ഈ ഗുജറാത്തിലെ ഒക്കെ ഏതോ ഒരു ഉൾഗ്രാമത്തിൽ അങ്ങനെ നടക്കുന്നു. കൊച്ചു കുഞ്ഞിന്റെ വായിലേക്ക് നെല്ല് ഇട്ടുകൊടുത്തിട്ട് തൊണ്ട ഇങ്ങനെ പൊട്ടി മരിക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് പലപ്പോഴും. അറേബ്യയിലെ സ്ഥിതി അറബികൾക്കിടയിൽ ഇപ്പൊ ഖുർആൻ അവതരിക്കുന്നതിന് മുൻപ് ഖുർആനിൽ തന്നെ പറയുന്നുണ്ട്. സൂറത്തുൽ നഹൽ 16-ാം അധ്യായത്തിൽ ആയത്ത് 58-59 അതിൽ പറയുന്നുണ്ട്, അവർക്ക് പെൺകുഞ്ഞ് ജനിച്ചെന്ന സന്തോഷവാർത്ത അറിയിക്കപ്പെട്ടാൽ അവരുടെ മുഖം കറുത്തിരുണ്ടു പോകുന്നു. അവർക്ക് നൽകപ്പെട്ട സന്തോഷവാർത്തയുടെ കാര്യത്താൽ അപമാനത്താൽ അവർ ഒളിച്ചു നടക്കുന്നു. അപമാനത്തോടു കൂടി അതിനെ വളർത്തണമെന്നോ ഒഴിച്ചു കൂടണമെന്നോ ആയിരിക്കും പിന്നീട് അവരുടെ ചിന്ത. അവരെടുക്കുന്ന തീരുമാനം എത്രയോ മോശം എന്നാണ് പറയുന്നത്. എന്താണത്? അതായത് ഭാര്യ പ്രസവിച്ചത്. അല്ല, അറേബ്യയിൽ അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു നിലനിന്നിരുന്നത് എന്ന് ഖുർആൻ പറയുന്നത് പറഞ്ഞല്ലോ. പിന്നെ എങ്ങനെയാണ് ഈ ജനസമൂഹം ഇത്രയും പെറ്റുപെരുകിയത്? അല്ല, പെണ്ണില്ലാതെ മക്കളുണ്ടാകത്തില്ലല്ലോ. അന്ന് ജനിക്കുന്ന കുഞ്ഞുങ്ങളെ ഒക്കെ ജീവനോടെ കൊന്നു കുഴിച്ചു മൂടിയിരുന്നെങ്കിൽ പിന്നീട് എങ്ങനെയാണ് അടുത്തടുത്ത ജനറേഷൻ ഉണ്ടാകുന്നത്? പറയുമ്പോൾ ഒരു ലവലേശം ലോജിക്കൊക്കെ ആകാം. അറബി ജനതകൾക്കിടയിൽ അവരുടെ ഭാര്യമാർ പ്രസവിച്ചത് പെൺകുഞ്ഞാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അതിനെ അവർ കുഴിച്ചു മൂടും അല്ലേ? അതെങ്ങനെയാണ് കുഴിച്ചു മൂടുന്നത്? വളരെ ദാരുണമായിട്ട് ജീവനോടുകൂടി തന്നെയാണ് അതിനെ കുഴിച്ചു മൂടിയിരുന്നത്. ഇത്തരം ഒരു ഇത്തരം ഒരു വ്യവസ്ഥ അന്ന് ഖുർആൻ അവതരിക്കുന്നതിന് മുൻപ്, അതായത് ജാഹിലിയ കാലഘട്ടത്തിൽ, അത് ജാഹിലിയ കാലഘട്ടം എന്ന് പറഞ്ഞാൽ അന്ന് എങ്ങനെ വേണമെങ്കിൽ തോന്നിയതുപോലെ ജീവിക്കാന്നുള്ള ഒരു രീതിയായിരുന്നു അറബി ജനങ്ങൾക്കിടയിൽ. ഇങ്ങനത്തെ ഒരു രീതി അന്ന് നിലവിലുണ്ടായിരുന്നു. അപ്പൊ ആ തോന്നിയതുപോലെയുള്ള ജീവിതത്തിൽ നിന്നും മുഹമ്മദ് നബി നല്ല ധാർമ്മികമായ ഒരു ജീവിത ചുറ്റുപാട് കൊണ്ടുവന്നു എന്നാണ് താത്ത പറഞ്ഞത്. താത്ത ട്രോളി കൊല്ലുവാണ്. അപ്പോൾ താത്ത പറഞ്ഞ ബാക്കി ഭാഗങ്ങൾ ഇന്ന് 9 മണിക്ക് ലൈവായി നമുക്ക് കാണാം. താത്തായ്ക്ക് കൂടുതൽ തള്ളിമറിക്കാനുണ്ട്. ആ തള്ളിമറിക്കലൊക്കെ പൊളിച്ചടുക്കലാണ് എന്റെ ഉദ്യമം. തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും എന്നോടൊപ്പം ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു. നന്ദി.